എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി എം. രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണ്. മഴവെള്ള സംഭരണത്തിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. ഇപ്പോഴത്തെ പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും മന്ത്രി എം. രാജേഷ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിനും ഡീസലിനും 25% വരെ എത്തനോൾ ബ്ലെൻഡിങ് 2025 ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സോഴ്സായിരിക്കും. പിന്നെ വാട്ടർ അതോറിറ്റിയുമായിട്ട് അവർ വെള്ളം ലഭ്യമാക്കേണ്ട നടപടികളും സ്വീകരിക്കും. സ്വാഭാവികമാണല്ലോ, പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ. ഇത് ENA ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കേരളം വലിയ തോതിൽ ENA വലിയ തോതിലല്ല, ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു നയം മാറ്റം കഴിഞ്ഞ നയത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപ്പാക്കല്ലേ? ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നം?